കാൽനട പ്രചരണ ജാഥയിൽ ലഭിച്ച പച്ചക്കറി ഉൽപ്പന്നങ്ങൾ സ്കൂളിന് കൈമാറി ഡിവൈഎഫ്ഐ ചൂർണിക്കര മേഖലാ കമ്മിറ്റി. ജനുവരി 20-ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന ഡിവൈഎഫ്ഐ മനുഷ്യചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് ആലുവയിൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബിബിൻ വർഗീസ് SPW ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാനാധ്യാപിക ബിനിത ടീച്ചർക്ക് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ കൈമാറി. ജനുവരി 20 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന ഡിവൈഎഫ്ഐ മനുഷ്യചങ്ങലയുടെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ ചൂർണിക്കര മേഖലാ കമ്മിറ്റി നടത്തിയ കാൽനട പ്രചരണ ജാഥയിൽ ലഭിച്ച പച്ചക്കറി ഉൽപ്പന്നങ്ങളാണ് SPW ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാന അധ്യാപിക ബിനിത ടീച്ചർക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബിബിൻ വർഗീസ് കൈമാറിയത്. ഒരു ജാഥ നടത്തി കേവലം പിരിഞ്ഞു പോവുകയല്ല, അല്ലെങ്കിൽ അതിന്റെ പ്രചരണം ഏറ്റെടുക്കുക മാത്രമല്ല, അതിലൂടെ ആ ജാഥയിലൂടെ മറ്റൊരു നന്മ പ്രവൃത്തിയിലേക്ക് കൈവയ്ക്കുകയാണ് ഡിവൈഎഫ്ഐ ചൂർണിക്കര മേഖലാ കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പച്ചക്കറിയും പലവ്യഞ്ജന സാധനങ്ങളും എല്ലാം സമാഹരിക്കുകയും ആ സമാഹരിച്ച് കിട്ടുന്നത് ഇങ്ങനെയുള്ളൊരു ചാരിറ്റി ഉദ്യമ പ്രവർത്തനത്തിന് വേണ്ടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെയാണ് ഡിവൈഎഫ്ഐ മനുഷ്യചങ്ങല നടത്തുന്നത്. ആലുവ ബ്ലോക്ക് സെക്രട്ടറി അജിത് MS, പ്രസിഡന്റ് MA ഷഫീഖ്, ജോയിന്റ് സെക്രട്ടറി അജിത് ടീച്ചർ, മേഖലാ സെക്രട്ടറി ടിജിത് AS, പ്രസിഡന്റ് സമീർ പാറക്കാട്ട്, മുൻ മേഖലാ സെക്രട്ടറി അജി ഐഡർ, മെമ്പർ ലീന ജയൻ എന്നിവർ പങ്കെടുത്തു. ഞാൻ വന്ന സമയം മുതൽ ഓണസമയത്തായിരുന്നു ഞാൻ വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഡിവൈഎഫ്ഐക്കാര് വളരെ നല്ല സേവനങ്ങളാണ് ഈ സ്കൂളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.